മരിച്ചുപോയ വിശുദ്ധരോട് മാധ്യസ്ഥം അപേക്ഷിച്ച് നമ്മൾ ഓരോ തവണയും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറയാതെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദൈവമേ, നീയാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമൊക്കെ. പക്ഷേ നിൻ്റെ അടുത്ത് ഡയറക്റ്റ് വന്ന് ഒരു ടൈം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനോ ഉള്ള ഒരു ക്ഷമയും സമയമൊന്നും എനിക്കില്ല. സോ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നിൻ്റെ കൂടെ ക്ലോസായി നിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച ഒന്ന് രണ്ട് വിശുദ്ധരെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് ചൊല്ലാനുള്ള ഒരു 50-100 പ്രാർത്ഥനയും പിന്നെ ഒരു 2-3 നേർച്ചയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർ നിൻ്റെ അടുത്തേക്ക് വരും എൻ്റെ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അവരുടെ വഴി ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതിയല്ല. പിന്നെ ഇതെല്ലാവരുടെയും പ്രാർത്ഥന ഇരുന്ന് കേൾക്കാന്ന് പറയുമ്പോൾ നീയും ബിസി ആവുമല്ലോ, അപ്പം ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ടാ. പിന്നെ എനിക്കിതൊക്കെ നിൻ്റെ അടുത്ത് ഡയറക്റ്റ് വന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാതും ഒന്ന് റെഡിയാക്കി കൊടുത്തോളൂ കേട്ടോ. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയെ ശരിക്കും അറിഞ്ഞ ഒരാളും മറ്റൊരു മധ്യസ്ഥനെ തേടി പോവില്ല. ടേസ്റ്റ് ആൻഡ് സീ that the Lord is good.